പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ അഴിമതിക്കാർക്ക് തഴച്ചു വളരാം. തൊടുപുഴ ടൗണിൽ കേബിൾ സ്ഥാപിക്കുന്നതിനായി റോഡ് കുഴിച്ചപ്പോൾ മണ്ണിനടിയിൽ നിന്നും നിരവധി വൈദ്യുതി പോസ്റ്റുകൾ കണ്ടെത്തി. ഉപയോഗയോഗ്യമായ പോസ്റ്റുകളാണ് മണ്ണിൽ കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നെങ്കിലും KSEB ഉദ്യോഗസ്ഥർ കുലുങ്ങിയില്ല. അഴിമതിക്കും അക്രമത്തിനുമെതിരെ നിരന്തരം പ്രസ്താവന ഇറക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും സാമൂഹിക പ്രവർത്തകർക്കും പ്രതികരണമുണ്ടായില്ല. കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാട് കൊള്ളയടിക്കാൻ ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നാം കരാർ കൊടുത്തിരിക്കുകയാണ്. നഷ്ടത്തിന്റെ പേര് പറഞ്ഞ് ഓരോ ദിവസവും വൈദ്യുതി ചാർജ് ഉയർത്തുന്നു. മറുവശത്ത് ഉദ്യോഗസ്ഥർ കട്ടുമുടിക്കുന്നു. ഒടുവിൽ നിയമത്തിലെ ചില പോയിന്റുകൾ ഉന്നയിച്ച് വൈദ്യുതി ഉപഭോക്താക്കളെ കള്ളന്മാരാക്കി പിഴ ഈടാക്കുന്നു. ജനങ്ങളെ ഇരുട്ടിലാക്കുകയും വൈദ്യുതി ബില്ലിലൂടെ ഇരുട്ടടി നൽകുന്നതിന് നേതൃത്വം നൽകുന്ന വൈദ്യുത മന്ത്രി ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ പ്രതികരണം മുന്നിൽ കണ്ടാണ്. ജനങ്ങളുടെ വോട്ട് നേടി മന്ത്രിമാരാകുന്നവർ അവർ ഭരിക്കുന്ന വകുപ്പിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ എന്ന വാക്ക് പലപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. മന്ത്രിസ്ഥാനം ഇവരുടെ തറവാട്ട് സ്വത്ത് എന്ന നിലയിലാണ് ഇവരുടെ വാക്കും പ്രവൃത്തിയും. തൊടുപുഴയിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടെങ്കിലും വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥർ പോസ്റ്റുകൾ കുഴിച്ചുമൂടിയ വിവരം അദ്ദേഹം ഇനിയും അറിഞ്ഞിട്ടില്ല. ചുറ്റുമുള്ള വലയം, പാർട്ടി നിയമിച്ച അംഗരക്ഷകർ ഇക്കാര്യമൊന്നും മന്ത്രിയെ അറിയിക്കുന്നില്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തൊടുപുഴയെ വികസിപ്പിക്കുന്നതിനൊപ്പം തൊടുപുഴയെ കവർച്ച ചെയ്യുന്നവരെ കണ്ടെത്താനും തൊടുപുഴയുടെ മന്ത്രി ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ് വന്നുകൂടിയിരിക്കുന്നത്. മണ്ണിൽ നിന്നും പുറത്തെടുത്ത KSEB പോസ്റ്റുകൾ ശനിയാഴ്ച രാത്രിയോ ഞായറാഴ്ച പകലോ കുഴിച്ചുമൂടുവാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ്. കാന കീറുവാൻ കരാർ എടുത്തയാൾക്ക് KSEB ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ഉണ്ടായതായാണ് അറിയുന്നത്. എന്തായാലും KSEB പോസ്റ്റുകൾ ഇല്ല എന്ന കാരണത്താൽ ഇപ്പോഴും വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തവർ ഉള്ള നാട്ടിൽ KSEB പോസ്റ്റ് കുഴിച്ചുമൂടിയവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാനുള്ള ആർജവം ബന്ധപ്പെട്ടവർ കാണിക്കണം.